പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയായി എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതും അതാണ് സഭയുടെ വിശ്വാസവും. യഥാർത്ഥത്തിൽ മാതാവിന് സ്വർഗാരോപണം സംഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധ മാതാവിൻ്റെ ശരീരത്തോടു കൂടിയുള്ള സ്വർഗാരോപണം സത്യമെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് ഒരു സ്ഥലമാണോ അതോ ഒരു അവസ്ഥയാണോ? മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്ന പാരമ്പര്യം അമ്മയുടെ അമലോത്ഭവവുമായി ബന്ധപ്പെട്ടതാണ്. അമലോത്ഭവത്തെ സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനങ്ങൾ സഭയിൽ ഉണ്ടായപ്പോൾ സ്വർഗാരോപണം എന്ന പാരമ്പര്യഗതമായ ഈ വിശ്വാസ ആചാരത്തിനും പ്രശസ്തി വർദ്ധിച്ചു. എന്നാൽ മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ചോ അവളുടെ സംസ്കാര ശുശ്രൂഷകൾ, തിരുശേഷിപ്പുകൾ വഴി നടന്ന അത്ഭുതങ്ങൾ എന്നിവയെക്കുറിച്ചോ യാതൊരു കൃത്യതയും വ്യക്തതയും വിശുദ്ധ ഗ്രന്ഥനിഷ്ഠിതമായോ ചരിത്രപരമായോ ഉണ്ടായിരുന്നില്ല. മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ചു സൂചനകൾ നൽകുന്ന ഏതാനും ചിത്രങ്ങൾ എഫേസസിൽ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ ഒലിവുമലയുടെ താഴ്വരയിൽ കെദ്രോൺ തോടിനടുത്തായി മറിയത്തിന് കബറിടം സ്ഥിതി ചെയ്യുന്നതായി അതിപുരാതന കാലം മുതലേ പാരമ്പര്യമുണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ഓർമ്മ ഉണർത്തുന്ന അതിപുരാതനമായ ദേവാലയവും ഗുഹയും കാണാം. AD 336 കർത്താവിന് കബറിടത്തിൻ്റെ ഓർമ്മ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ അതോടൊപ്പം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിന്ന ഓർമ്മയായിരുന്നു മറിയത്തിൻ്റെ കബറിടത്തിൻ്റെതും. മാത്രമല്ല, സിയോൻ കുന്നിലുണ്ടായിരുന്ന ഒരു ഭവനത്തിൽ വെച്ചാണ് മറിയം തൻ്റെ നിത്യനിദ്രയിൽ പ്രവേശിച്ചതെന്നും അതിപുരാതനമായ വിശ്വാസമായിരുന്നു. ഈ കാലഘട്ടം മുതൽ തന്നെ മറിയത്തിൻ്റെ ഓർമ്മ തിരുനാൾ ക്രൈസ്തവ സമൂഹം ആചരിച്ചിരുന്നു. ഇതാണ് തുടർന്ന് മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ആദ്യം പാലസ്തീനായിൽ മാത്രമാണ് ഈ തിരുനാൾ ആചരിച്ചിരുന്നത്. തുടർന്ന് ചക്രവർത്തിയുടെ ശാസനപ്രകാരം പൗരസ്ത്യ സഭയിൽ മുഴുവൻ ഈ തിരുനാൾ ആചരിക്കാൻ ആരംഭിച്ചു. 7-ാം നൂറ്റാണ്ടായപ്പോൾ ഈ തിരുനാൾ റോമിലും ആഘോഷിക്കാൻ ആരംഭിച്ചു. അവിടെ ദൈവമാതാവിൻ്റെ നിദ്രയുടെ ഓർമ്മ എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. എന്നാൽ അധികാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ തിരുനാൾ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ എന്ന് പരക്കെ അറിയപ്പെടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, മറിയം ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു പോന്നു. മേൽപ്പറഞ്ഞ വിശ്വാസം അതിപുരാതന കാലം മുതൽ തന്നെ നിലനിന്നിരുന്നു. അതിന് 2 കാരണങ്ങളാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, മറിയത്തിൻ്റെ പേരിൽ തിരുശേഷിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, മറിയത്തിൻ്റെ നാമത്തിൽ ഒരു ശൂന്യമായ കബറിടം അതിപുരാതന കാലം മുതലേ സിയോനിൽ തീർത്ഥാടകരുടെ ഭാഗമായി നിലനിന്നിരുന്നു. എഫേസസ് കൗൺസിൽ നടന്നത് AD 451 തദവസരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള എല്ലാ മെത്രാന്മാരും കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരുമിച്ചുകൂടി. ആ സന്ദർഭത്തിൽ ചക്രവർത്തി മാർസിയൻ ജെറുസലേമിലെ പാത്രിയാക്കീസിനോട് മറിയത്തിൻ്റെ തിരുശേഷിപ്പുകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പാത്രിയാക്കീസ് പറഞ്ഞു, മറിയം അപ്പോസ്തലന്മാരുടെ സന്നിധിയിലാണ് നിദ്രയിൽ ആഴ്ന്നത്. അവർ അവളെ നിയമപ്രകാരം കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ പിന്നീട് കല്ലറ തുറന്നപ്പോൾ അത് ശൂന്യമായിരുന്നു. തന്നിമിത്തം മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന നിഗമനത്തിൽ അവർ എത്തി. 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജോൺ ഡമേഷ്യൻ വിശുദ്ധ സ്ഥലങ്ങൾ ദർശിച്ച അവസരത്തിൽ മറിയത്തിൻ്റെ കബറിടത്തിൽ പറഞ്ഞത്, മറിയത്തിൻ്റെ ശരീരം നിയമപ്രകാരം അടക്കം ചെയ്തുവെങ്കിലും അത് അപ്രകാരം അവിടെ ആയിരിക്കാനും അഴുകിപ്പോകാനും ദൈവം അനുവദിച്ചില്ല. ഓ രാജ്ഞിയെ, ദൈവമാതാവേ, അവിടുന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് സത്യമായി സംവഹിക്കപ്പെട്ടു എന്നാണ്. ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരം നാശത്തിലേക്ക് വിധേയമാകാതെ ദൈവത്താൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടുവെന്ന് തികച്ചും ന്യായവും യുക്തവുമാകുന്നു. മറിയം ദൈവത്തോട് ചേർന്ന് ഈ ഭൂമിയിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അവളുടെ ഭൗമിക ജീവിതത്തിന് ശേഷം ദൈവം നൽകുന്ന കിരീടമാണ് സ്വർഗാരോപണം. നിരന്തരമായ വിചിന്തനങ്ങൾക്കും പഠനങ്ങൾക്കും ഒടുവിൽ 12-ാം പിയൂസ് പാപ്പ 1980 തൻ്റെ പരമകാരുണ്യകനായ ദൈവം എന്ന തിരുവെഴുത്തിലൂടെ ഈ വിശ്വാസസത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അമലോത്ഭവിയും ദൈവമാതാവും നിത്യകന്യാമറിയവും തൻ്റെ ഇഹലോകവാസത്തിന് ശേഷം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗീയ മൗത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം.